നമുക്കൊരു 4 വർഷം കൊണ്ട് രണ്ടാമത്തെ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലൊരു ഡിസിഷനാണ്, നല്ലൊരു ഗ്രോത്ത് ആണ്. എന്നാലും ആ സ്റ്റാർട്ടിങ് സമയത്ത് ഉണ്ടാവുന്ന കുറച്ചൊരു സ്ട്രഗിൾസ് ഉണ്ടാവുമല്ലോ, ബുദ്ധിമുട്ടുകൾ. എന്തായാലും ഈ ബിസിനസ്സൊക്കെ ആദ്യമായിട്ട് വന്നതാണ്. ബിരിയാണി സ്വയം ഉണ്ടാക്കി ട്രൈ ചെയ്തു, അതിലൊക്കെ ഓക്കെ ആയിട്ട് അങ്ങനെയാണല്ലോ ഇതിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം എന്തായാലും ഉണ്ടായിരുന്നു. നമ്മളെ ഈ കൊല്ലം ഈ ഭാഗത്തേക്ക് കോട്ടയം ഭാഗത്തൊന്നും നല്ല ബിരിയാണി എന്ന് വെച്ചാൽ മലബാർ ടൈപ്പ് ബിരിയാണി ഇവിടെ അവൈലബിൾ അല്ല, ദം ബിരിയാണി അവൈലബിൾ അല്ല. ആ സൊല്യൂഷനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നാലും ചിലപ്പോൾ ഒരു മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു അക്സെപ്റ്റൻസ് കിട്ടാത്ത പ്രശ്നം, അല്ലെങ്കിൽ മറ്റ് ഷെഫോ കിച്ചൺ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് സ്ട്രഗിൾസ് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ സമയത്ത് നേരിട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ സ്ട്രഗിൾ എന്ന് പറയാനായിട്ടാണെങ്കിൽ നമ്മൾ ഈ ചെറിയ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഈ പുതിയ റെസ്റ്റോറൻറ്റിലേക്ക് വന്നപ്പോൾ ഏകദേശം 48 പേർക്ക് ഇരിക്കുന്ന റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ബിരിയാണി മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ മൾട്ടി ക്യൂസിനായപ്പോൾ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അപ്പം ജനങ്ങളും കൂടുതലായിട്ട് വരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരൈറ്റമായിട്ട് ഇരിക്കുന്നതും ഒരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഭയങ്കര വ്യത്യാസം. അപ്പോൾ പലരും പല ടേബിളിലും പല ഐറ്റമാണ് ഓർഡർ ചെയ്യുന്നത്. ഇതൊക്കെ ആദ്യം തവണയൊക്കെ നമുക്കിത് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അവസാനം ഞാൻ തിരക്ക് കൂടിയിട്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റാതായിട്ട് ഞാൻ വീട്ടിൽ വരെ പോയി ഇരുന്നിട്ടുണ്ട് പേടിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ബ്രദേഴ്സും പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഒന്നാണ് അതൊന്ന് കൈകാര്യം ചെയ്യുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ ആൾക്കാർ വന്നു. പിന്നെ നമ്മൾ സിംഗിളായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ഒരു ഐറ്റം മാത്രമായിട്ട് ചെയ്യുന്ന പോലെ അല്ല, ഒരു മൾട്ടി ക്യൂസിൻ ചെയ്യുന്നത്. അങ്ങനെ ആദ്യ തവണ ഇങ്ങനെ കുറേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതൊക്കെ പിന്നീട് ഇപ്പം അതെല്ലാം ഹാൻഡിലായി, അതിലെല്ലാം ഓരോ സിസ്റ്റമായി. ഓരോ കാര്യത്തിനും ക്ലീനിങ് ആണെങ്കിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്യാഷ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഫുഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, ചൈനീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ക്ലീനിങ്ങിൻ്റെത്, ഓരോന്നിനും ഓരോ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മുടെ ബ്രീഫിംഗ് ഉണ്ടാവും നമ്മുടെ സ്റ്റാഫിന്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ തുടക്ക സമയത്തൊക്കെ കസ്റ്റമർ സർവീസൊക്കെ വളരെ മോശമായിരുന്നു ആദ്യം. കാരണം നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം നമുക്ക് ആദ്യം വെച്ചാൽ 12 പേർ ഇരിക്കാവുന്ന സിറ്റിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ 2 പേരൊക്കെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത്രയും പേര് ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നില്ല, അത്രയും ഡിഷുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നു. ഒരു ഫാമിലി വന്നാൽ പല ഓർഡേഴ്സ് ഉണ്ടാവുമായിരുന്നു. ഒരാൾ ബിരിയാണി ഓർഡർ ചെയ്യും, മറ്റൊരാൾ ചിലപ്പോൾ പൊറോട്ട ഓർഡർ ചെയ്യുന്നത്, വേറെ ചൈനീസ് ഓർഡർ ചെയ്യും, എല്ലാം മിക്സ് ചെയ്ത് വരുമല്ലോ. അപ്പോൾ അത് ആ ഒരു പ്രശ്നം അതിലേക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആ സമയത്ത് ഒരു ഇഷ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു സാഹചര്യം കൊണ്ട് നമ്മൾ അതൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് കുറേ പഠിച്ചു. ഇപ്പം എല്ലാ 2 റെസ്റ്റോറൻറ്റും നന്നായിട്ട് പോകുന്നു, സ്മൂത്തായിട്ട് തന്നെ പോകുന്നു. ഓക്കെ.